മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ എഫ്ഐആർ വിവരങ്ങൾ പുറത്ത്. കേസെടുത്തത് ഗുരുതര വകുപ്പുകൾ ചുമത്തി. നിർബന്ധിത മതപരിവർത്തനം വകുപ്പ് 4 ചുമത്തി കേസെടുത്തു. കേസിൽ സിസ്റ്റർ പ്രീതി 1-ാം പ്രതി, 2-ാം പ്രതിയായി സിസ്റ്റർ വന്ദനയും. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, വലിയ തരത്തിലുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. എഫ്ഐആറിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? സിജു, ഈ മലയാളി കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്യത്താകമാനം വലിയ പ്രതിഷേധം ഉയരുകയും പാർലമെന്റിലടക്കം ഇടതെമ്പിമാർ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇതിന്റെ എഫ്ഐആർ പകർപ്പ് ലഭ്യമായിട്ടുള്ളത്. എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ കന്യാസ്ത്രീമാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള സിസ്റ്റർ പ്രീതിയാണ്. 2-ാം പ്രതിയായി സിസ്റ്റർ വന്ദനയും ഈ കേസിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 10 വർഷം വരെ തടവ് ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. നിർബന്ധിത മതപരിവർത്തനം സെക്ഷൻ 4 അനുസരിച്ചുള്ള കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് രാജ്യം പോകുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ കന്യാസ്ത്രീമാർക്കെതിരെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അവർ നേരിടുന്ന വേട്ടയാടൽ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ആഴം എന്നുള്ളതാണ് ഈ കേസിൽ ഗുരുതര കേസുകളടക്കം കുറ്റമടക്കം ചുമത്തിക്കൊണ്ടുള്ള എഫ്ഐആർ പകർപ്പ് ലഭിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പെൺകുട്ടികളടക്കം അവരുടെ വെളിപ്പെടുത്തലിൽ പറയുന്നത് നിർബന്ധിത മതപരിവർത്തനത്തിനായി ഈ കന്യാസ്ത്രീമാർ തങ്ങളിൽ സ്വാധീനം ചെലുത്തി എന്ന തരത്തിൽ പോലീസുകാർ മൊഴി നൽകാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നതുൾപ്പെടെയുള്ള മൊഴികൾ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കന്യാസ്ത്രീമാരുടെ കുടുംബം ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. മതപരിവർത്തന നിയമം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്യുകയും അതിന്റെ മറവിൽ ക്രൈസ്തവർക്കും മതന്യൂനപക്ഷങ്ങൾക്കും നേരിടേണ്ടി വരുന്ന വേട്ടയാടൽ തന്നെയാണ് ഈ ഒരു ഗുരുതര കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP സർക്കാർ ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം കണ്ടതുപോലെ ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ബജറംഗ് ദൾ പ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ചാണ്. ഈ അറസ്റ്റിലേക്ക് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ഇല്ലാ കുറ്റങ്ങൾ ചുമത്തിയ കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എഫ്ഐആറിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിൽ കുറ്റങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്വാതി സന്തോഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സ്വാതി, തുടരാം. തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട CBCI ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്ത് വരുന്നത് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് നേരത്തെ തന്നെ ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഈ വിശദീകരണങ്ങളൊക്കെയും വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം CBCIയുടെ വക്താക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും പ്രതികരണവും രേഖപ്പെടുത്തുമ്പോൾ അവർ കൂട്ടിച്ചേർത്ത ഒരു കാര്യമെന്ന് പറയുന്നത് രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ കന്യാസ്ത്രീമാരുടെ വേഷം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഈ വിഷയത്തിൽ ഭരണഘടന ഉറപ്പുതരുന്ന സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തരത്തിലേക്കാണ് ചില ഭരണകൂടങ്ങൾ ഇടപെടുന്നത്. ചില മതസംഘടനകൾ, വലതുപക്ഷ ഗ്രൂപ്പുകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളതിന് കൂടുതൽ ആഴം വരുത്തുന്നതാണ് ഈ എഫ്ഐആർ രേഖകളിൽ അല്ലെങ്കിൽ എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയും അടിസ്ഥാനത്തിലാണ് സ്വാതി, ഇതിൽ എഫ്ഐആറിൽ 3 പേരുടെ പേരുകളാണ് ഉള്ളത്. 1-ാം പ്രതിയായി പ്രീതി മേരിയും, 2-ാമതായി വന്ദന ഫ്രാൻസിസും, 3-ാമതായി കൊടുത്തിരിക്കുന്നത് ഒരു സുഖുമൻ. ഇങ്ങനെ 3 പേരാണല്ലോ. ഇതിൽ ഈ 3-ാമൻ ആരാണ്? 3-ാമത് ആരാണ്? അതും ഈ കന്യാസ്ത്രീ തന്നെയാണോ 3-ാമത്തെ പേരുകാരി? ഈ 3-ാമത്തെ ആളെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ബന്ധു എന്ന നിലയിൽ തന്നെ അവിടെ എത്തിയിട്ടുള്ള ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ യുവാവിനെതിരെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. 3-ാമത്തെ ആൾ, അതായത് ഈ കുറ്റം ചേർക്കപ്പെട്ടതിൽ 3-ാമത്തെ ആൾ ആ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഇവരെ 3 പേരെയുമാണ്, അതായത് 2 കന്യാസ്ത്രീമാരെയും ഇയാളെയും കൂടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് എത്തിക്കുന്നതും ഈ ഭീഷണി അടക്കം ഉയർത്തുകയും ചെയ്തിരുന്നത്. ഈ ബജറംഗ് ദൾ പ്രവർത്തകർ എത്തുമ്പോഴും ഈ
ഈ ഒപ്പമുള്ള ആൾ ഈ പെൺകുട്ടികളോടൊപ്പം ഇയാൾ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെയും ഈ കന്യാസ്ത്രീമാരോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അതോടൊപ്പം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 3-ാം പ്രതിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവാവിൻ്റെ പേരാണ് ചേർത്തിട്ടുള്ളത്. മറ്റ് 2 പ്രതിയായി 1-ാം പ്രതിയായി പ്രീതിയും സിസ്റ്റർ പ്രീതിയെയും 2-ാം പ്രതിയായി സിസ്റ്റർ വന്ദനയുമാണ് ഈ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവരുടെ കുടുംബങ്ങളടക്കം ഇന്ന് പ്രതികരിക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട രംഗത്ത് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ആശങ്ക ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.